ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് വി ദ്വാനാദി വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തമ്മ? പയ്യെ പറയാം. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോകണം, ഒരു ഹാങ്ങിങ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മഴ തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ നീൽത്താൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഓലയും കൂടി ഒന്ന് പിക്ക് ചെയ്യാനുണ്ട്. എന്നിട്ടാണ് നമ്മളുടെ ബുക്ക് ഹായ് അടിക്ക്. അപ്പോൾ നമ്മൾ നേരെ നീൽത്താൻ്റെ വീട്ടിലേക്ക് വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യമൊക്കെ അവിടെയാട്ടോ ഉള്ളത്. ലെറ്റ്സ് ഗോ ബ്രോ. നമ്മൾ നീൽത്താൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് നീൽത്താനൊക്കെ കയറ്റിയിട്ട് നമുക്കിനി നേരെ കൽപ്പറ്റയിലേക്ക് വിടാം. ആദ്യം ടീംസൊക്കെ ഇവിടെ മാറ്റി നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ കൽപ്പറ്റ നെസ്റ്റോയിലേക്ക് പോകുന്നതിൻ്റെ കാരണം തന്നെ ഇന്ന് ബാപ്പച്ചിൻ്റെ ബർത്ത്ഡേ ആട്ടോ. അത് ഹാദി പറയാൻ നോക്കിയപ്പോൾ മിണ്ടല്ലേ എന്നാണ് നീലത്തിപ്പോൾ അവിടെ നിന്ന് കാണിച്ചത്. ബാപ്പച്ചിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിയിക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചെങ്കിലും മൈസൂരിലുള്ള GRS ഫാമിലി പാർക്ക് ബാപ്പച്ചിക്ക് വിഷസ് അയച്ചു. അങ്ങനെ പോകുന്ന വയ്ക്കുക എൻ്റെ ആൻറ്റീൻ്റെ മോള് +2 കഴിഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് അവിടെ കയറി ഒക്കെ ഒരു ട്രീറ്റൊക്കെ കൊടുത്തതാണ് കേട്ടോ. ഒരു മുട്ടായി ഇട്ടപ്പോഴത്തേക്കുള്ള പൊലിവൊക്കെ ഇങ്ങനെ കാണട്ടോ. ഓരോ മിനിറ്റിലും മുട്ടായും പൊക്കിയിട്ടാണ് പിന്നെ ഓരോ പരിപാടിയും കണ്ടോ. പേടിക്കേണ്ട, അറിയേക്ക് നമ്മളെ കാറിനോടുള്ള പ്രണയമൊന്നുമല്ല. കാറിൻ്റെ ഡിക്കിയിലാണ് നമ്മുടെ ദുവക്കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ ദുവക്കൊരു ഉമ്മ കൊടുത്തതാണ്. അവിടെ നമ്മൾ സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നിന്നെ നേരെ നെസ്റ്റോയിലേക്ക് പോയിട്ടോ. നെസ്റ്റോയിൽ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ കൊടയൊക്കെ ആയി നമ്മുടെ ബേബീസിനെയൊക്കെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ സത്യത്തിലൊരു നല്ലൊരു എന്താ പറയുക, അവരുടെ സർവീസിൻ്റെ ഒരു മൈൻഡാണ് ഞാനവിടെ ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ അബിക്ക് ഭയങ്കര പൊലിവ് ഗൈസ്. VIP ഇത് കിട്ടിയ പിന്നെ അബിബിൻ്റെ ഫുള്ള് സെലിബ്രേഷൻ മൂഡില്ല ഉണ്ടാ. അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ബാപ്പച്ച് പാർക്ക് ചെയ്ത് വരുന്നതിൻ്റെ ഉള്ളിൽ ഒരു കേക്ക് വാങ്ങി സെറ്റ് ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും കേക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഉമ്മച്ചിയൊക്കെ ഉണ്ട്, ബാപ്പച്ചി കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ നമ്മളൊരു വൈറ്റ് ഫോറസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് ചെറുത് നോക്കിയിട്ടാട്ടോ എടുത്തത്. നമ്മളിതിപ്പോൾ വേഗം പോയി ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ച് നമുക്ക് ഈറ്ററിൽ പോയി സെറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. കേക്കിന് 230 രൂപയാണ് നമുക്കിപ്പോൾ ഈ കേക്കിനായിട്ടുള്ളത്. നമ്മൾ ഇതിലേക്ക് പേര് എഴുതാൻ വേണ്ടി കൊണ്ടു കൊടുത്താണ്. ഇനിയിപ്പോൾ കഴിക്കാൻ എന്തെടുക്കുന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ് നീലത്തെയും മന്നുത്തിയും. അപ്പോൾ ജീജു തന്നെ നല്ലൊരു അഭിപ്രായം പറഞ്ഞു. നമ്മൾ ഒരു ബ്രോസ്റ്റാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു ഫുൾ ഷവായി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ അതും വേഗം പാക്ക് ചെയ്ത് നമ്മളെ കൈ കിട്ടി. ഇനി അതും കൊണ്ടുപോയി ബില്ലടിക്കണം. സമയത്ത് അബി കണ്ടോ, അബി ഫുള്ള് നല്ല സന്തോഷത്തിലാണ്. കാരണം അവളുടെ ട്രോളീൻ്റെ ബാക്കിൽ ഇരുത്തി ഞാൻ. അപ്പോൾ പോക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ അന്നത്തെ കേക്കും പിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ ടേബിളിൽ കൊണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നീലത്തെയും അജിക്കും വന്നിട്ടുണ്ട്. ബാപ്പച്ചി ഇപ്പോൾ വരും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വരെ ബാപ്പ ചോദിച്ചത് നമ്മുടെ ബർത്ത്ഡേ മറന്നുപോയില്ലേ എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനൊരു സർപ്രൈസ് ബാപ്പച്ചി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ബാപ്പച്ചിൻ്റെ ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ രീതിയിൽ സെലിബ്രേറ്റും ചെയ്യുന്നത് കേട്ടോ.
കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫുഡ് അടിയിലേക്ക് തുടങ്ങി കേസ്. നമ്മുടെ ഫുൾ ചിക്കനും അതുപോലെ ബ്രോസ്റ്റും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളും പ്ലേറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാപ്പച്ചിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതും കഴിഞ്ഞ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങിലേക്ക് കിടക്കും. പക്ഷേ ഗിഫ്റ്റുള്ള കാര്യം ബാപ്പച്ചിക്ക് അറിയില്ല കേട്ടോ. കാരണം ഞങ്ങളിതൊക്കെ ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളുടെ നെസ്റ്റോ തന്നെ എന്താ പറയുക ക്ലോക്ക് റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി എടുത്ത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ആദ്യം ഫുഡ് അടിയും ഷോപ്പിംഗ് ഒക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് ഐഡിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫുഡും നല്ല പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഷവായ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം ഞാൻ ഇവിടെ തന്നെ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ അതാ നമ്മളെല്ലാവരും ഏകദേശം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അന്നത്തെ കുറച്ച് ലേറ്റാണ്, അന്നത്തെ ഭയങ്കര സ്ലോ ഈറ്ററാണ്. പിന്നെ നമ്മളെ മക്കൾസിനൊക്കെ വണ്ടി കയറണം തന്നെ ഇപ്പോൾ എല്ലാവരെയും വണ്ടിയിലൊക്കെ കയറ്റി ഹാപ്പി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിലുള്ള റിലാക്സ് സോണിൽ പോയിട്ടോ നെസ്റ്റോ തന്നെയുള്ള ബാപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഒരു മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. അവിടുത്തെ ഈ മസാജ് ചെയറിൽ അപ്പോൾ ബാപ്പച്ചിയും ഉമ്മച്ചിയും ഒരു 10 മിനിറ്റ് മസാജ് ചെയ്യാൻ കയറിയിരുന്നു. അപ്പോൾ ബാപ്പച്ചി തന്നെ മസാജുകൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. മൊത്തത്തിൽ ബാപ്പച്ചിക്ക് ഇങ്ങനത്തെ ഒക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ ഭയങ്കര താല്പര്യമാണ്. നിങ്ങൾക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു കോസ്മെറ്റിക്സ് ആൻഡ് ബാഗ് അങ്ങനത്തെ ഒക്കെ അവൈലബിൾ ആയ സ്റ്റോറിൽ കയറിയിട്ടോ. ആ സമയം കണ്ട് ഉമ്മച്ചി മസാജ് ചെയ്യാൻ തുടങ്ങി. ഉമ്മച്ചി കയറിയപ്പോൾ തൊട്ട് ചിരിക്കാൻ തുടങ്ങിയത്. എന്തിനാണ് ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, ചിരിക്കുന്ന ഉമ്മച്ചിക്ക് മനസ്സിലായിട്ടില്ല. വെറുതെ അങ്ങോട്ട് ചിരിക്കുക. അപ്പോൾ അതാ ജിജു നിലത്തി എല്ലാം കണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു, ഉമ്മച്ചി ഇങ്ങനെ ചിരിക്കുന്നു. ബാപ്പച്ചി പക്ഷേ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ബാപ്പച്ചി എന്നെ കണ്ടോ കണ്ണൊക്കെ അടിച്ച് ബാപ്പച്ചി പകുതി ഉറങ്ങിപ്പോയി. അങ്ങനെ ബാപ്പച്ചീൻ്റെ മസാജിൻ്റെ ടൈം കഴിഞ്ഞു. ഉമ്മച്ചി കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത്, അതുകൊണ്ട് ഉമ്മച്ചീൻ്റെ കുറച്ചുകൂടി ടൈം എടുക്കട്ടോ. അപ്പോൾ ഇനി സർപ്രൈസിൻ്റെ ടൈമാണ്. അപ്പോൾ അത് സെയിൻഖാൻ്റെ ഗിഫ്റ്റ് ആട്ടോ ഇത്. അപ്പോൾ ദുബായിൽ നിന്ന് പ്രത്യേകം വിളിച്ച് പറഞ്ഞ് ഇവിടുന്ന് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ സെയിൻഖാൻ്റെ വക ബാപ്പച്ചിക്ക് അടിപൊളി വാച്ചാട്ടോ അത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോ എന്തായാലും ഇതിൻ്റെ ബാക്കി തന്നെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. ഐ മീൻ വേറെ വീഡിയോ അല്ല, ഇതിൻ്റെ ലാസ്റ്റിലേക്ക് ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങൾ ചെയ്തു. ഇത് പ്രിങ്കിൾസിൻ്റെ ഒരു അനിയനായിട്ട് വരും. പക്ഷേ എനിക്ക് കഴിച്ചപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കെച്ചപ്പ് ഫ്ലേവർ ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഞങ്ങളത് കുറേ വാങ്ങി. അങ്ങനെ ഹാദി ആട്ടോ നമ്മുടെ ക്യൂവിൽ നിൽക്കുന്നത്. നമുക്ക് ബില്ലടിക്കാൻ വേണ്ടി ഹാദി ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ബാപ്പച്ചി സാധനങ്ങൾ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, അതൊക്കെ ആ ബില്ലടിച്ച് നേരിട്ട് നമ്മുടെ ട്രോളിയിലേക്ക് കയറ്റിട്ടോ. അപ്പോൾ നമുക്ക് 4 കൂപ്പൺ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ. അപ്പോൾ അവിടെ ഭയങ്കര ഡെയിലി ലക്കി ഡ്രോ നടക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ അന്നത്തൊക്കെ പൂരിപ്പിച്ചിടുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെ പേരിൽ കേട്ടോ. ഇനി നമ്മൾ ഓരോ ഗിഫ്റ്റുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ആദ്യം കൊടുത്തു, അത് കഴിഞ്ഞ് ഞാൻ കൊടുക്കും, അത് കഴിഞ്ഞ് ഉമ്മച്ചി കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് കൊടുത്തു തുടങ്ങി. ബാപ്പച്ചി ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ബാപ്പച്ചി അത്യാവശ്യം നല്ല എക്സൈറ്റ്മെൻറ്റ് തന്നെ കേട്ടോ ഉള്ളത്. നമ്മൾ നേരത്തെ വാങ്ങിയ പ്രിങ്കിൾസിൻ്റെ ഇന്ത്യനായി മിസ്റ്റർ ക്രഞ്ചിനെ നമ്മളെല്ലാവർക്കും കൊടുത്തു കേട്ടോ. മക്കൾസൊക്കെ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രോളിയും കൊണ്ട് നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. അതിന് വീട്ടിൽ പോയിട്ട് നമുക്ക് അൺബോക്സിങ് ആണ് ചെയ്യാം കേട്ടോ. ഇത് ഹാദി കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ. ഹാദി വാപ്പച്ചിക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണ്. അടുത്ത് പൊളിക്കാൻ പോകുന്നത് എൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ, ഞാൻ ബാപ്പച്ചിക്ക് കൊടുത്ത. ഇത് സെയിൻഖാൻ്റെ ഗിഫ്റ്റ് കേട്ടോ, സെയിൻഖാൻ്റെ വക ഉള്ള ഗിഫ്റ്റ്. ഇത് ഉമ്മച്ചിൻ്റെ വക കേട്ടോ ഈ ഗിഫ്റ്റ്. ആദ്യമായിട്ടാണ് ബാപ്പച്ചിൻ്റെ ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ ബർത്ത്ഡേൻ്റെ റിവ്യൂ നമുക്ക് ബാപ്പച്ചിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലവ് യു ആൻഡ് ബൈ.